ഒരുപക്ഷെ ഫലസ്തീനെയും ഗാസയെക്കാട്ടിലും റഷ്യയും യുക്രൈനെക്കാട്ടിലും നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് സുഡാനിലായിരിക്കുമെന്ന് പലപ്പോഴായി ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴിത് സുഡാനിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. സുഡാൻ മാർക്കറ്റിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു. 15 പേർ തൽക്ഷണം ഈ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് ലഭിക്കുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സുഡാനിലെ നോർത്ത് ഡാർഫറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള അൽ ഷാഫറിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തിരക്കേറിയ ഒരു മാർക്കറ്റിലാണ് ആക്രമണം നടന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് RSF നഗരത്തിലെ ഒരു പള്ളി ആക്രമിച്ച് 70-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രാദേശിക പ്രതിരോധ സമിതികൾ ഇതിനെ ക്രൂരമായ ആക്രമണമെന്നും തുടർച്ചയായിട്ടുള്ള കൂട്ടക്കൊലകളുടെ ഒരു സംഭവ വികാസങ്ങളുമെന്നാണ് വിശേഷിപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് RSF ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ നഗരത്തിൽ സിവിലിയന്മാരെ ഒഴിപ്പിക്കൽ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. 2023 ആരംഭിച്ച RSF സൈന്യവും സർക്കാരും തമ്മിലുള്ള പോരാട്ടം ഒരു ആഭ്യന്തര യുദ്ധമായി വളർന്നു. ഇതുവരെ 40,000-ലധികം ആൾക്കാരെ കൊല്ലുകയും 12 ദശലക്ഷം ആൾക്കാരെ പലായനം ചെയ്യാനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. WFPയുടെ കണക്കനുസരിച്ച് 24 ദശലക്ഷം ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു. കോളറ 18 സംസ്ഥാനങ്ങളിലേക്ക് പടർന്നുവെന്നും 3000-ലധികം പേരുടെ ജീവൻ അപഹരിച്ചതായും ലോകാരോഗ്യ സംഘടനയും സുഡാനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും പിറകിൽ പോകുമ്പോൾ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഒരു രാജ്യമായിട്ടുള്ള സുഡാനിൽ നടക്കുന്ന ഈ കാരണങ്ങൾ കണ്ടില്ല എന്നടിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയടക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.